സമൂഹത്തെ, ഈ രാജ്യത്തെ പരിസ്ഥിതിയെ. അതാണ് ദീനിൻ്റെ പരിരക്ഷ, ദുനിയാവിൻ്റെ രക്ഷ. ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. ISMനോട് പറയുന്നത് എന്താണ് ഖുർആനിൽ ഭീകരമായ തിന്മയായിട്ട് എന്തിനെ പറഞ്ഞിരിക്കുന്നുവോ? എനിക്ക് KNMനോടും പറയാനുണ്ട്, ISMനോടും KNMനോടും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയോടും സുന്നിയോടും ഒക്കെ മദ്യനിരോധന കാര്യം പറയുമ്പോൾ അവർ ഞങ്ങളോട് പറയാ ഞങ്ങൾക്ക് ഒരുപാട് അജണ്ടയുണ്ടെന്നാണ്. ആ കൂട്ടത്തിൽ ഇതിനത്രേ നേരമുള്ളൂ. നിങ്ങളുടെ പ്രധാന അജണ്ട എന്താണെന്നറിയുമോ? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു സമുദായം നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ. നിങ്ങളാൽ, ചിലർ പറയുന്നു നിങ്ങളിൽ നിന്ന് എന്നാണ്. സുന്നി പടർന്നപ്പോൾ മറ്റേ സുന്നി പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. മുസ്ലിം സമുദായത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പിറന്നപ്പോൾ പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. INL അല്ല നാഷണൽ ലീഗ് ഉണ്ടായപ്പോൾ പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഉണ്ടായി. നിന്നല്ല ആ പദത്തിൻ്റെ അർത്ഥം. അതിന് നിങ്ങളാൽ, നിങ്ങളിൽ നിന്ന് എന്നുള്ളതിനുള്ള പ്രത്യയം മിന്ന് എന്നുള്ള ശബ്ദമാണ്. മിന്ന്, ഫ്രം ദ പോക്കറ്റ്. The table is made by, from the table. രണ്ട് വ്യത്യാസമുണ്ട്. ആകാശത്തിൽ നിന്ന് മഴ പെയ്യുന്നു, ദൈവത്തിനാൽ മഴ പെയ്യിക്കപ്പെടുന്നു. അവിടെ ബൈ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങളാൽ ഒരു സമുദായം ഉണ്ടാകുമാറാകട്ടെ. തീർന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തിരുമേനി അതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് പ്രഭാഷണത്തിൽ. എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ ഈ കൽപ്പന നിരാകരിക്കുന്നവർ, നിരസിക്കുന്നവർ, അതിനെ ലംഘിക്കുന്നവർ, അവഗണിക്കുന്നവർ അവസാന നാളിൽ ദുആ ചെയ്തിട്ട് കാര്യമില്ല, ഉത്തരം കിട്ടുകയില്ല. പിന്നെ ബാക്കിയൊക്കെ ദുആ എന്നൊക്കെ പറയുന്നത് വെറുതെയല്ലേ? അവസാന നാളിലാണ് ഉത്തരം ദുആ ചെയ്യുക. ISMകാർ യുവാക്കൾ ഇപ്പോഴേ ദുആ ചെയ്യുന്നുണ്ടോ? ചെറുപ്പകാലത്ത് ദുആ ഒന്നുമില്ല, ഫാത്തിമ ഫാത്തിമ എന്നുള്ള പാട്ടാ. കുറച്ച് 10-55 വയസ്സാകുമ്പോൾ ഷുഗറും പ്രഷറും ഒക്കെ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് നടക്കുക. ആ ദുആയല്ല. അതുകൊണ്ട് നിങ്ങൾ അവസാന കാലത്ത് ഉത്തരം കിട്ടാത്ത ദുആ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഉത്തരത്തിന് വേണ്ടി പ്രതീക്ഷിക്കണം. ഏറ്റവും അധികം അള്ളാഹുവിൻ്റെ ഉത്തരത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരാ നിങ്ങൾ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും. ഇപ്പോൾ നന്മയ്ക്കാണ് യുവത്വം. എന്താണ് നന്മ? നന്മയുടെ പ്രഭാവം നിലനിൽക്കണമെങ്കിൽ തിന്മയുടെ അഭാവം സൃഷ്ടിക്കണം. ഖുർആന്റെ ഭാഷയിൽ ഏറ്റവും വലിയ തിന്മ ഏതാ? എല്ലാ തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയും എന്താണ്? എല്ലാ തിന്മകളുടെയും താക്കോൽ എന്താണ്? ഖുർആനും അള്ളാഹുവിൻ്റെ പ്രവാചകനും പറഞ്ഞത് അത് മദ്യമാണെന്നാണ്. അതുകൊണ്ട് തിന്മകളെ ഉച്ചാടനം ചെയ്യണമെങ്കിൽ, നന്മയെ പുനഃസ്ഥാപിക്കണമെങ്കിൽ സർവ്വതിന്മയുടെയും പെറ്റമ്മയും പോറ്റമ്മയും താക്കോലുമായ മദ്യത്തിനെതിരെ ഒരു ജിഹാദ് പ്രഖ്യാപിക്കണം. എനിക്ക് മുസ്ലിം ലോകത്ത് ഒരിക്കൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതുപോലൊരു സമ്മേളനത്തിൽ പ്രൊഫസർ KS സിദ്ദീഖ് ഹസൻ സാഹിബ് പറഞ്ഞു, ഞങ്ങളെക്കുറിച്ച് ഒരു ആരോപണമുണ്ട് ചിലർക്ക്, ഞങ്ങൾ മദ്രസകളിലൂടെ ജിഹാദ് പഠിപ്പിക്കുന്നു. പിന്നെ പ്രസംഗകൻ ഞാൻ പറഞ്ഞു എൻ്റെ ആക്ഷേപം അതല്ല, നിങ്ങൾ ഒരു ജിഹാദും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ISMകാരെന്ത് ജിഹാദാണ് നടത്തുന്നത്? ഞാൻ പറയട്ടെ, ഒരു ജാഥ, ഒരു പ്രകടനം, ഒരു ധർണ, ഇത് ജിഹാദാ? DYFIക്കാർ നടത്തുന്നില്ല ആഗസ്റ്റ് 5. ജിഹാദ് എന്ന് പറഞ്ഞതിന് ഖുർആൻ ഒരു ഭാഷ്യം കൊടുത്തിട്ടുണ്ട്. ആന്തരികമായ തിന്മകളോട് യുദ്ധം ചെയ്ത് വിജയിച്ച് ബാഹ്യമായ തിന്മകളിൽ നിന്ന് മാനവരാശിയെയും ലോകത്തെയും രക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടത്തുന്ന ത്യാഗസമർത്ഥമായ പോരാട്ടമാണ് ജിഹാദ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ആരെന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ISM ഇങ്ങനെ സമ്മേളനം നടത്താൻ ഭൗതികമായ സാഹചര്യങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീക്കിൽ ഉണ്ടായാൽ ആർക്കും സാധിക്കും. ഈ അള്ളാഹുവിൻ്റെ ദൈവികമായ തൗഫീക്കിൽ നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറാകണം. പക്ഷേ യുദ്ധത്തിന് ആർക്കും തയ്യാറായിക്കൂടാ. മലപ്പുറത്ത് മദ്യനിരോധന സമരരംഗത്താണ് ഞങ്ങൾ ആരോടെ ചോദിച്ചാൽ പറയാം, അയ്യോ മാഷേ എനിക്ക് തിരക്കാ. എന്താ തിരക്ക്? എന്താ എന്നേക്കാൾ കവിഞ്ഞൊരു തിരക്കെന്താ നിങ്ങൾക്ക്? അവർക്ക് ഒരുപാട് സമ്പാദ്യമുണ്ട്, ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്. അപ്പോൾ മദ്യനിരോധന സമരരംഗത്ത് സത്യാഗ്രഹത്തിനോ പിക്കറ്റിങ്ങിനോ പോയാൽ പോലീസ് പിടിച്ചാൽ ഒരു ദിവസത്തെ കേശൽ ലീവ് പോകും. പ്രൊബേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓന് സർവീസ് ബുക്കിൽ പിന്നും നീളും. ആകെപ്പാട് എന്തെല്ലാം പ്രശ്ന. ഇതിന് പ്രവാചകൻ പറഞ്ഞ പേര് വഹിന് എന്നാണ്.
ജീവിക്കാനുള്ള ആർത്തി പെരുകുക, മരിക്കാനുള്ള പേടി കൂടുക, അതാണ് ബഹ്ന്. ജീവിക്കാനുള്ള ആർത്തി പെരുകുന്നവന് ജിഹാദിന്റെ പിറകെ പോകാൻ സാധിക്കുകയില്ല. ഇനി ജിഹാദിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും ഖുർആൻ പറയുന്നു, ജിഹാദിൽ ഇടപെടുന്നവന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് പോലും നാരകയഗ്നിക്ക് സ്പർശിക്കാൻ സാധിക്കുകയില്ല. എല്ലാവരും നിങ്ങൾ ജിഹാദ് നൽകിയ ആളുകളെ അനുസ്മരിക്കാറില്ലേ? പ്രവാചകൻ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിമിനെ കുറിച്ച് നിങ്ങൾ വീറോടെ പറയാറില്ലേ? ഇബ്രാഹിമിന്റെ എന്ത് പാരമ്പര്യം നമുക്ക് പുലർത്താൻ കഴിയുന്നോ? അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി തൻ്റെ പിതാവ് നീങ്ങിയപ്പോൾ ആ ഇബ്രാഹിം പറഞ്ഞു, പിതാവേ, ബഹുമാന്യനായ എൻ്റെ ബാപ്പ, അങ്ങ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്നു, ഇറങ്ങിപ്പോടാ. അദ്ദേഹം വീട്ടിൽ നിന്ന് ബഹിഷ്കൃതനായി. തെരുവുകളിലൂടെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്രൂദ ചക്രവർത്തി, താങ്കൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. ആരെവിടെ? ഭടന്മാർ വന്നു, ആ ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവന്നു, ശിക്ഷ കൊടുത്തു. എന്താണ് നിനക്ക് പറയാനുള്ളത്? അങ്ങ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധനാണ്, ഇവനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയൂ. ഒരു രോമം പോലും കരിയാതെ ചെറുപ്പക്കാരൻ കയറി വന്നതിൻ്റെ വികാരനിർഭരമായ കഥ അഭിമാന രോമാഞ്ചത്തോടെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഏത് തിന്മയ്ക്കെതിരെ വിരൽ ചൂണ്ടാൻ നമുക്ക് സാധിക്കുന്നു എന്ന് ഒരാത്മപരിശോധന നടത്തണം. അല്ലാമ ഇക്ബാലിൻ്റെ ഒരു കവിതയുണ്ട്, അത് ഉറുദുവിൽ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ പറയുകയാണ്. ആഗ് ഇധർ ഹേ, തീ ഇവിടെയുണ്ട്, നുമ്രൂദ ഇധർ ഹേ, നുമ്രൂദ ഇവിടെയുണ്ട്, പർ ഇബ്രാഹിം ഇധർ നഹിം ഹേ, ഇവിടെ ഇബ്രാഹിം ഇല്ല. ഉണ്ടോ ഈ വേദിയിൽ ഒരു ഇബ്രാഹിം? ഞാൻ വയനാട്ടിലെ മുട്ടിൽ വെച്ച് ISMന്റെ ഒരു കുടുംബ സംഗമത്തിൽ എന്നെ വിളിച്ചു കൊണ്ടുപോയി. ആരെങ്കിലും ഇവിടെ ഉണ്ടാകും, അവർക്കറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ അഹമ്മദിയ മുസ്ലിമിന്റെ ഭാഗത്ത് നിൽക്കുന്നു, ഉസ്താദ് ക്ഷമിക്കണം. അതെന്താ അങ്ങനെ പറയാൻ മാഷേ? അഹമ്മദിയ മുസ്ലിം പറയുന്നു, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനല്ല. ലക്ഷണയുക്തമായ ഒരു ഗ്രന്ഥത്തോടെ അവതരിച്ചെങ്കിലും ഇനിയും പ്രവാചകന്മാരുണ്ടാകും. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഇനിയും പ്രവാചകൻ ഉണ്ടാകണം. വേണ്ടെന്ന് നിങ്ങൾ പറയുമോ? ഇനിയും പ്രവാചകനില്ലെങ്കിൽ മലപ്പുറത്തിന്റെ കഥ എന്താണ്? കേരളത്തിലെ ഏറ്റവും അധികം മദ്യം കുടിച്ചു തീർത്തത് പൊന്നാനിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാൾ വരണ്ടേ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞു, എനിക്ക് വിവരമില്ല, എനിക്ക് ഖുർആനെ കുറിച്ച് എന്ത് വിവരം? ഖുർആൻ ഒരു മഹാസാഗരമല്ലേ? ഞാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് വിനയാന്വിതനായി. മഹാകവി കാളിദാസൻ കുമാരസംഭവം എഴുതുമ്പോൾ അത് രാമുഖമായൊരു ശ്ലോകം ചൊല്ലിയിട്ടുണ്ട്. സൂര്യപ്രഭവോ വംശ ഈ രഘുവംശം എന്ന മഹാസാഗരം എവിടെ? അല്പബുദ്ധിയായ എൻ്റെ കളിയോടം എവിടെ? അതുകൊണ്ട് ഞാൻ ഈ മഹാസാഗരം തരണം ചെയ്യാൻ ശ്രമിക്കുന്നു. അല്പജ്ഞനായ എൻ്റെ മുമ്പിൽ ഖുർആൻ എന്ന മഹാസാഗരം എന്തുമാത്രം അപാരമാണ്. അതുകൊണ്ട് അതിലെനിക്ക് അനൽപമായ പാണ്ഡിത്യമോ അറിവോ ഇല്ല. എന്നാലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഖുർആൻ നമുക്ക് വെളിച്ചം കാണിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കുന്നു, ഖുർആൻ ഒരു വക്കീൽ കോടതിയിലേക്ക് പോകുമ്പോൾ ഇതുവരെയുള്ള വിധിന്യായങ്ങൾ എടുത്തു നോക്കും. ഒരു ഡോക്ടർ ഓപ്പറേഷന് പോകുമ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ എടുത്തു നോക്കും. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അയാൾക്ക് എടുത്തു നോക്കാനുള്ള ഏറ്റവും വലിയ റഫറൻസ് ഗ്രന്ഥമല്ലേ ഖുർആൻ? ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവത്ഗീത ധർമ്മം എന്ന പദമാണ് പറയുന്നത്, ഒരുപാട് വ്യാഖ്യാന സാധ്യതയുള്ള പദം. പക്ഷേ ഖുർആൻ ഓരോന്നും പറയുന്നു, അരുത്, ഇന്നത് ശരി, ഇന്നത് തെറ്റ്. മലപ്പുറത്തെ മദ്യനിരോധന സമരരംഗത്ത് ചില ആളുകളും ഞാനുമായിട്ട് ഇങ്ങനെ ഓരോ ചിന്ത പങ്കുവെക്കുകയാണ്. എനിക്ക് ചിലർ പറ്റിയും ചിലർക്ക് എന്നെപ്പറ്റിയും ചില തോന്നൽ വരുമ്പോൾ ഞാൻ ഒരാളെ പറ്റി മെനഞ്ഞാന്ന് കുറച്ച് പറയേണ്ടി വന്നു മറ്റൊരാളോട്. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഖുർആന്റെ വിധിവിലക്കുകൾ എടുത്ത് നോക്കി. പ്രവാചകന്റെ ഒരു വാചകം കണ്ടു. തൻ്റെ അടുത്തിരിക്കുന്ന ഒരാളുടെ അടുത്തുകൂടെ ഒരു ദുർഗന്ധമുള്ള കാറ്റ് പോയി. ഇയാൾ ചോദിച്ചു പ്രവാചകനോട്, റസൂലേ, അതെന്താ വല്ലാത്തൊരു മണം? അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന മണമാണ്, പരദൂഷണം കൊണ്ട്. അത്രയും കൃത്യമായി ഒരു വീട്ടിലേക്ക് നീ എങ്ങനെ കയറി ചെല്ലണം? അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരൻ്റെ ഉത്തരവാദിത്തം എന്ത്? നിങ്ങൾ എങ്ങനെ വഴി നടന്നു പോകണം? പെണ്ണുങ്ങളോട് പറയുന്നു, നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, നിങ്ങൾ എങ്ങനെ ആഹരിക്കണം, എങ്ങനെ പാകം ചെയ്യണം, ഇത് എങ്ങനെ സലാം ചെല്ലണം, എങ്ങനെ ഉദു എടുക്കണം, എങ്ങനെ നമസ്കരിക്കണം, ഇതൊക്കെ അടിവരയിട്ട് പറഞ്ഞൊരു ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് വഴിതെറ്റാനിടയുണ്ടോ?
പക്ഷേ അന്നേ റസൂൽ അള്ളാഹു കണക്കാക്കി നമ്മൾ വഴിതെറ്റും. കല്ലാ ഇന്നൽ ഇൻസാന ലയത്വാ എന്ന് അതുകൊണ്ട് എഴുതി ചേർത്തതാണ്. അല്ല, നിശ്ചയമായും മാനവരാശി വഴിതെറ്റുന്നു. വഴിതെറ്റിപ്പോന്നവരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള പണ്ഡിതന്മാരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്.